വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ബെറി സൂപ്പ് തയ്യാറാക്കിയാലോ? ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ സ്പെഷ്യൽ ഒരു ബെറി സൂപ്പാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഏകദേശം ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് മതിയാവും ഇത് ഉണ്ടാക്കിയെടുക്കാനേ. ബെറി സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ബ്ലൂബെറിയാണ്. ഇത് കഴിഞ്ഞ വർഷം ഫോറസ്റ്റിൽ നിന്ന് പറിച്ചെടുത്ത ബെറി ഞാൻ ഇവിടെ ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചതാണ്. ഇതിപ്പം മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് കുറച്ച് പഞ്ചസാര, കോൺ സ്റ്റാർച്ച് അല്ലെങ്കിൽ പൊട്ടാറ്റോ സ്റ്റാർച്ച്, പിന്നെ കുറച്ച് വെള്ളം. ഈ ബ്ലൂബെറിക്ക് പകരം നാട്ടിൽ നല്ല പഴുത്ത മൾബറിയൊക്കെ കിട്ടിയില്ല, അപ്പോൾ അത് ഉപയോഗിച്ചാണ് നമുക്ക് ഈ ബെറി സൂപ്പ് ഉണ്ടാക്കാം. വീട്ടിൽ പ്രായമായിട്ടുള്ള അപ്പച്ചനോ അമ്മച്ചിക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണിത്. ഒരു പാത്രത്തിലേക്ക് നമുക്ക് 2 കപ്പ് ഫ്രോസൺ ബെറി ഇട്ട് കൊടുക്കാം. 2 കപ്പ് ബ്ലൂബെറിക്ക് നമ്മൾ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് ബെറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിനകത്തോട്ട് കുറച്ച് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 100 ഗ്രാം ഷുഗർ ചേർത്ത് കൊടുക്കുകയാണ്. മധുരത്തിനനുസരിച്ച് നമുക്ക് ഷുഗർ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ ബ്ലൂബെറി തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മുടെ സൂപ്പിനൊരു തിക്നെസ് കിട്ടാൻ വേണ്ടി നമുക്കൊരു മിശ്രിതം തയ്യാറാക്കാം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ചിന് പകരം നമുക്ക് പൊട്ടാറ്റോയുടെ സ്റ്റാർച്ച് ആണെങ്കിലും ഉപയോഗിക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ കോൺ സ്റ്റാർച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇത് തണുത്ത വെള്ളത്തിൽ മിക്സ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ, ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യാൻ പാടില്ല. ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്താൽ കട്ടയായി പോവും. നമ്മുടെ ബെറി ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്തിട്ടുള്ള കോൺ സ്റ്റാർച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ചെറിയ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ച് വരുമ്പം കണ്ടോ നല്ല തിക്കായിട്ട് കിട്ടും. ഇത് തിളച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെറിയ ബബിളുകളായിട്ട് വരും. അപ്പോഴത്തേക്കും നമുക്കിത് തീ ഓഫ് ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മുടെ ബെറി സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ ബെറി സൂപ്പ് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ച് കുടിക്കുമ്പോൾ ഒന്നും കൂടെ നല്ലതായിരിക്കും. ബെറി സൂപ്പ് പ്രായമായവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും പറ്റിയ നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണിത്. അങ്ങനെ നമ്മുടെ ബെറി സൂപ്പ് കഴിക്കാൻ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്താലോ? ഈ സൂപ്പ് ഇങ്ങനെ ചുമ്മാ കുടിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഓട്സ് ഒക്കെ കുറുക്കുമ്പോൾ അതിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കാനും ഇത് വളരെ നല്ലതാണ്. ഇത് അടിപൊളിയാണ്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിക്കണം എന്ന് കേട്ടോ എൻ്റെ ആഗ്രഹം.